സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദേവികയും അമ്മയും ഇലക്ഷന് മത്സരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം നന്ദൻ വന്ന് ചന്ദ്രമതി വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അവതരിപ്പിക്കുമ്പോൾ ആ കറക്റ്റ് ടൈമിന് പ്രഭാവതിക്ക് ഒരു കോള് വരുന്നുണ്ട്. അതായത് പ്രഭാവതിയെ ആക്രമിച്ചവരുടെ പിന്നിൽ സിദ്ധുവിൻ്റെയും ദേവികയുടെയും പാർട്ടിയിലുള്ള ആളുകൾ തന്നെയാണെന്ന് അറിയുന്നു. അതോടെ പ്രഭാവതിക്ക് കലി കൂടുന്നുണ്ട്. ഇപ്പം നന്ദൻ പറഞ്ഞത് വെറും ഒരു അഭിനയമാണെന്നും അത് തെളിയിക്കുന്ന ഒരു കോളാണ് തനിക്ക് വന്നത്. സിദ്ധുവിൻ്റെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെയാണ് എന്നെ ആക്രമിച്ചതിൻ്റെ പിന്നിൽ നിന്ന് പോലീസാണ് വിളിച്ചറിയിച്ചത് എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല രണ്ടിലൊരാൾ മാത്രമേ ഈ വീട്ടിൽ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ദേവിക ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇലക്ഷൻ എന്തായാലും പിന്മാറുന്നില്ല. ചന്ദ്രോത്ത് വീട്ടിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് പോവുക. ഈ വീട്ടിൽ മാത്രമല്ലേ തനിക്ക് വിലക്കുള്ളൂ. അച്ഛൻ വിഷമിക്കേണ്ട, മത്സരത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല എന്നൊക്കെ പറഞ്ഞ് അവളങ്ങ് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് നന്ദൻ ആകെ വിഷമമാകുന്നു. അങ്ങനെ പറ്റില്ല, ഇവിടെ 2 പേരും വേണം, ഒരാൾ മാത്രമായിട്ട് പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ഛനാ പറയണ്ടേ എന്നൊക്കെ നന്ദൻ പറയുമ്പോൾ അത് പറ്റില്ല നന്ദ, അമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയാവില്ല. അങ്ങനെ യാത്ര ചോദിക്കാൻ പ്രഭാവതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് നമ്മുടെ ദേവിക. ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല അമ്മ, യാത്ര ചോദിക്കാനാണ് വന്നത്. എനിക്ക് അമ്മയോട് യാതൊരു പിണക്കവും പരിഭവവും ഇല്ല. മത്സരത്തിൽ നിന്ന് പിന്മാറാമെന്ന് പറഞ്ഞത് നാടകമൊന്നുമല്ല, ശരിക്കും ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്ക്. പിന്നെ അമ്മയെ ആക്രമിച്ചവരുടെ പിന്നിൽ ആരാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇനി എന്തായാലും മത്സരത്തിൽ നിന്ന് പിന്മാറുന്നില്ല, വിജയിച്ച് മാത്രമേ ഇനി ഒരു മടക്കമുള്ളൂ എന്ന് പറയുമ്പോൾ പ്രഭാവതി പൊട്ടിച്ചിരിക്കുന്നു. നീ എന്താ പറയുന്നേ പ്രൊഫസർ പ്രഭാവതിയെ? ഇന്നലത്തെ മഴയിൽ പൊട്ടിമുളച്ച നീ തോൽപ്പിക്കുമെന്നോ? നമുക്ക് കാണാം എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമ്പോൾ ദേവിക പറയുന്നു, റിസൾട്ട് വരുമ്പോഴും അമ്മയുടെ മുഖത്ത് ഈ ചിരി കണ്ടാൽ മതി, അതറിയാൻ വലിയ ദിവസങ്ങളൊന്നും ഇനി വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേവിക യാത്ര പറഞ്ഞു പോകുമ്പോൾ പ്രഭാവതി ദേവികയെ തിരിച്ചു വിളിക്കുന്നുണ്ട്. എനിക്ക് നിന്നോട് യാതൊരു പിണക്കോ പരിഭവമോ ഇല്ല. നമ്മൾ 2 ആളും 2 പാർട്ടിയിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഒരു വീട്ടിൽ താമസിക്കുന്നത് ഉചിതമാകില്ല. ഇനി ഇലക്ഷൻ പ്രചരണമാണ് വരാൻ പോകുന്നത്. മാധ്യമങ്ങളിലായാലും നമ്മൾ അമ്മായിയമ്മയും മരുമകളും ആകില്ല. കേവലം 2 പാർട്ടിക്കാർ മാത്രമാകും. എനിക്ക് വിജയിച്ചേ പറ്റൂ. അത് ഏതർത്ഥത്തിലാണെന്നും എനിക്കറിയില്ല. എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഈ മത്സരത്തിൽ ഞാൻ പങ്കെടുക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ദേവിക അങ്ങ് പോകുന്നുണ്ട്. ദേവിക വീട് വിട്ടു പോകുന്നതിൻ്റെ വിഷമം നന്നായിട്ട് പ്രഭാവതിക്കുണ്ട്. എങ്കിലും ഒരു വീട്ടിൽ നിന്ന് 2 പേര് മത്സരിച്ച് കഴിഞ്ഞാൽ പിണക്കം കൂടത്തേ ഉള്ളെന്ന് പ്രഭാവതിക്ക് അറിയാം. അതുകൊണ്ടാണ് ദേവികയെ ഇപ്പോൾ പറഞ്ഞു വിടാൻ പ്രഭാവതി മുന്നിട്ട് നിന്നത്. ഗൗരിക്ക് ദേവിക മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതിനോട് യോജിക്കാനേ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ വേണ്ടെന്നാണ് നന്ദനോട് പറഞ്ഞത്. എന്നാൽ ഭാർഗവിയുടെ അഭിപ്രായ പ്രകാരം ഇലക്ഷന് മത്സരിക്കേണ്ട, പിന്മാറുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞ് നന്ദനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. എന്നാൽ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ഭാർഗവിയുടെ വീട്ടിൽ വന്ന് നന്ദൻ പറയുന്നുണ്ട്. എന്തൊക്കെയോ വലിയ പ്രശ്നം വരാൻ പോകുന്നു എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതിനുള്ളൊരു മുന്നോടിയായിരിക്കും ഈ ഇലക്ഷനും അമ്മയും ദേവികയും 2 ചേരിയിൽ നിന്ന് മത്സരിക്കുന്നത് എന്നൊക്കെ നന്ദൻ പറയുന്നത് കേട്ടിട്ട് ഭാർഗവിക്ക് എന്ത് പറയണമെന്നറിയാൻ വയ്യ. അപ്പം ഗൗരി പറയുന്നു, നന്ദൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ദേവിക മത്സരിക്കട്ടെ. അമ്മയും ദേവികയും തമ്മിലുള്ള മത്സരത്തിന് വിധി എഴുതുന്നത് നമ്മളാരും അല്ലല്ലോ, ജനങ്ങളല്ലേ. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ വിജയിക്കട്ടെ എന്നും പറയുന്നു. അതെൻ്റെ പ്രഭക്കുഞ്ഞായിരിക്കും, പ്രഭക്കുഞ്ഞ് തന്നെയാണ് വിജയിക്കുന്നേ എന്ന് ഭാർഗവി പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നു. അതേസമയം ത്യാഗരാജൻ ചന്ദ്രമതിയോട് പറയുന്നു, അളിയൻ്റെ ഓർമ്മ ദിവസം തന്നെ നോമിനേഷൻ കൊടുക്കാമെന്ന് പ്രഭാവതി തീരുമാനിച്ചതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ചേച്ചിക്കറിയാമോ? എന്താ? അളിയൻ്റെ ഓർമ്മ ദിവസത്തിൻ്റെ പ്രാധാന്യം കുറച്ച് അവരുടെ നോമിനേഷൻ ഹൈലൈറ്റ് ആക്കി മാധ്യമങ്ങളിൽ അറിയിക്കാൻ. അത് ചിലപ്പോൾ ത്യാഗരാജന് തോന്നുന്നതാകുമെന്ന് ചന്ദ്രമതി പറയുമ്പോൾ, അല്ല ചേച്ചി, ഓർമ്മ ദിനത്തിൻ്റെ വാർത്താ പ്രാധാന്യം കുറയ്ക്കാൻ വേണ്ടി തന്നെ അവരങ്ങനെ ചെയ്യുന്നത്. അവർ പക്കാ രാഷ്ട്രീയക്കാരിയായി മാറി ചേച്ചി. അങ്ങനെയൊക്കെ പറഞ്ഞ് ത്യാഗരാജൻ അങ്ങ് പോകുമ്പോഴത്തേക്കും ചന്ദ്രമതി സത്യമാണോ അല്ലയോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്നുണ്ട്. അതേസമയം നന്ദനാണെങ്കിൽ ഭാർഗവിയോട് പറയുന്നുണ്ടായിരുന്നു, ഇനി എന്തായാലും ദേവികയെ തോൽപ്പിക്കണം എന്ന ചിന്തയിൽ ഇനി അമ്മ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നോ എന്തോ. അരുന്ധതിയെ ത്യാഗരാജൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. ബലരാമൻ്റെ ഓർമ്മ ദിവസമാണ്, പ്രഭാവതി മേഡം ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നേ, വാർത്താ പ്രാധാന്യം കുറയ്ക്കാനാ എന്നൊക്കെ പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, അവരെന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, ദേവികയെ വിജയിപ്പിച്ചിരിക്കും ഞാൻ. ദേവിക വീട് വിട്ട് പോയതിന് ശേഷം നന്ദനാണെങ്കിൽ അമ്മയോട് നല്ല പരിഭവമുണ്ട്. അമ്മ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ദേവിക തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നത്. അതമ്മ മനസ്സിലാക്കുന്നത് നല്ലതാ. ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഉള്ള അമ്മയുടെ വിഷമം കുറയ്ക്കാൻ അത് ഉപകാരപ്പെടുമെന്നൊക്കെ പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അതൊക്കെ സ്വപ്നത്തിൽ, ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നത് ഞാനാ.
വിജയിച്ചതിന് ശേഷം എനിക്ക് ചിലരോട് ചില മറുപടി പറയാനുണ്ട്. അതായത് അരുന്ധതിയോട് ചില മറുപടി പറയാനുണ്ടെന്നാണ് പ്രഭാവതി ഉദ്ദേശിക്കുന്നത്. അത് നന്ദന് മനസ്സിലാകുന്നില്ലല്ലോ. നന്ദനും സിദ്ധുവും ഗൗരിയും ഭാർഗവിയും മറ്റുള്ളവരൊക്കെ വിചാരിക്കുന്നത് പോലെ ഇലക്ഷന് മത്സരിക്കുക, അതിന് വിജയിക്കുക എന്ന ഉദ്ദേശത്തിലല്ല പ്രഭാവതി മത്സരിക്കുന്നത്. തൻ്റെ കുടുംബത്തെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. അതായത് ദേവികയെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്നത് തൻ്റെ കുടുംബത്തെ തകർക്കാനാണെന്ന് അരുന്ധതി പറഞ്ഞ ആ നിമിഷം മുതലാണ് പ്രഭാവതിക്ക് മത്സരിക്കാനും ജയിക്കണമെന്നുള്ളൊരു വീറും വാശിയൊക്കെ വന്നത്. മറ്റുള്ളവർ അതിനെ കാണുന്നത് വെറും അമ്മായിയമ്മ മരുമകൾ പോരായിട്ടാണ്. പക്ഷേ പ്രഭാവതിയെ സംബന്ധിച്ച് അതല്ല.